സങ്കീർത്തനങ്ങൾ 73 അധ്യായത്തിൽ നിന്നുമാണ്. സങ്കീർത്തനങ്ങൾ 73 അധ്യായം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ആസാഫ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിനകത്തെ ഒരു വാക്ക്, ഒരു ഭാഗം നാം വായിച്ച് നാം ശുശ്രൂഷിക്കാൻ പോവുകയാണ്. 73 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂത് നമ്മുടെ വലം കരത്തിൽ പിടിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനവുമായി അങ്ങയുടെ പാദാന്തികെ ഞങ്ങൾ അടുത്തു വരികയാണ്. ഈ വചനം അങ്ങയുടെ ജനത്തിന് ആത്മീക വർധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമേ. അരുതാത്തൊരു വാക്കുരിയാടാൻ അടിയനെ അനുവദിക്കരുതേ. അങ്ങയുടെ രക്തത്തിലും നീതിയിലും മറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മുടെ വലം കരത്തിൽ പിടിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ വലം കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് എനിക്ക് അസാധാരണമായ ധൈര്യവും ഉറപ്പും നൽകുന്ന ഒരു ഘടകം. ഇന്ന് പകലിലും സർവശക്തനായ ദൈവം മനുഷ്യനല്ല. അവൻ വാക്കുമാറും, സാഹചര്യങ്ങൾ മാറും, കാലം മാറും, കാലാവസ്ഥ മാറും, വ്യക്തികൾ മാറും, ഭരണം മാറും. എന്നാൽ മാറാത്ത ഒരുവൻ ഉണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അവന് മാറ്റമില്ല. ആ സർവശക്തനായ ദൈവം എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന് ഈ പകലിലും ഉറപ്പുള്ളവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും പലരും നമ്മളെ കൈവിട്ടു പോകും. നമ്മുടെ കൈ പിടിച്ചവർ, അച്ഛാ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവർ, നമ്മുടെ കൂടെ കാണും നിൽക്കുമെന്ന് പറഞ്ഞവരൊക്കെ പല അവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ അവരൊക്കെ നമ്മളെ വിട്ടുമാറുമ്പോഴും, നമ്മൾ രോഗിയായാലും, നമ്മൾ ക്ഷീണിതരായാലും, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആമേൻ, സ്തോത്രം, ആമേൻ, ഏതൊരവസ്ഥയിലും നമ്മളെ കൈവിടാത്ത ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. എന്നിൽ പണമുള്ളപ്പോൾ, എന്നിൽ ആസ്തി ഉള്ളപ്പോൾ, എന്നെ കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന് ഉള്ളപ്പോൾ നമ്മുടെ കൈ പിടിക്കുന്നവരുണ്ട്. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ രോഗിയാകുമ്പോൾ, നമ്മൾ ക്ഷീണിതരാകുമ്പോൾ, അയ്യോ അവൻ ഇനി ഒരു ബാധ്യതയാകുമെന്ന് കാണുമ്പോൾ പലരും നമ്മുടെ കൈവിട്ടങ്ങ് പോകും. എന്നാൽ ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് വാക്കു പറഞ്ഞ സ്വർഗീയ പിതാവ് ഈ പകലിലും ചിലരെ ആഴത്തിൽ തൊട്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ. അവൻ സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം, ആമേൻ, 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 അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കൊണ്ട് നീ ഭയപ്പെടണ്ട, നീ ആശങ്ക വേണ്ട, നീ പരിഭ്രമപ്പെടേണ്ട. എന്റെ ദൈവം നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 2-3 ഭാഗങ്ങളുണ്ട്. 2-3 വ്യക്തികളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് പ്രാധാന്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഇവിടെ ആസാഫ് പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഭക്തന്മാരുണ്ട്. എന്നാൽ പ്രധാനമായി കർത്താവ് കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 2-3 പേരെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അതിനകത്തുനിന്ന് ചില ദൂതുകൾ പങ്കുവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, ഇവിടെ ആസാഫ് പറയുന്നുണ്ട്, അവൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ,
കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് എന്തിനാണ്? കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒരപ്പൻ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇളയ കുഞ്ഞ് ഇപ്പോൾ LKG കയറുന്നതേ ഉള്ളൂ, LKG പോകുന്നേ ഉള്ളൂ, കൊച്ചു കുഞ്ഞ. അതിൻ്റെ തൊട്ട് മൂത്ത ആൾക്ക് 2ാം ക്ലാസ്സിലോട്ട് കയറുന്നു. അപ്പോൾ ഒരപ്പനായ ഞാൻ ആ കുഞ്ഞുമായിട്ടൊക്കെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിക്കും. സ്തോത്രം. എന്നതുപോലെ നമ്മൾ എത്ര വലുതായാലും, നമുക്കിപ്പോൾ 60-70 ആയെന്ന് പറഞ്ഞാലും, നമ്മുടെ യേശുപ്പച്ചന് നമ്മൾ കുഞ്ഞുങ്ങളാ. നമ്മുടെ യേശുപ്പയ്ക്ക് നമ്മൾ മക്കളാ, കുഞ്ഞുങ്ങളാ. അപ്പൻ നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എന്നെ പിടിച്ചിരിക്കുന്നത് ആര് എന്ന ബോധ്യം, എന്നെ പിടിച്ചിരിക്കുന്നത് ആര് എന്ന ബോധ്യം, ആ ബോധ്യമാണ് നമുക്ക് വലിയൊരു കരുത്തിനെ തരുന്നത്, കറേജിനെ തരുന്നത്, ഒരു ബലത്തെ തരുന്നത്. ആരെല്ലാം കൈവിട്ടാലും ഒരുവൻ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു, അപ്പൻ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഈ നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോ, നമ്മുടെ കൈക്ക് പിടിച്ച് നിൽക്കുമ്പോ നമുക്ക് വലിയൊരു ധൈര്യമല്ലേ? നമുക്ക് വലിയൊരു ധൈര്യവും നമുക്ക് വലിയൊരു ഉത്സാഹവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നിങ്ങളാകട്ടെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. വഴി അടഞ്ഞ അവസ്ഥയാകട്ടെ, രോഗത്തിന്റെ അവസ്ഥയാകട്ടെ, കടത്തിന്റെ ഭാരമാകട്ടെ, ഭാവിയെ കുറിച്ചുള്ള ആശങ്കയാകട്ടെ, ഇന്ന് പകൽ കർത്താവ് കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് ഭയമെല്ലാം മാറട്ടെ, ആകുലതകളെല്ലാം മാറട്ടെ. എന്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിരിക്കുന്നു. അത് സർവശക്തനാണ്, അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്, അവൻ വാക്കുമാറത്തില്ല. അപ്പൊ കർത്താവ് എന്റെയും നിങ്ങളുടെയും കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവ് ആസാഫും പറയുകയാണ്, ആസാഫിന്റെ കരത്തിലും ദൈവം പിടിച്ചു. ആസാഫിനോട് ചോദിക്കുക, ആസാഫെ എന്തിനാ കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചെന്ന് ചോദിച്ചാൽ ആസാഫ് പറയും, ഇതിന്റെ പശ്ചാത്തലം എല്ലാം വായിക്കാൻ സമയമില്ല, ശുശ്രൂഷിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പ്രധാന ഭാഗങ്ങൾ പറഞ്ഞങ്ങ് പോവുക. ആസാഫിനോട് ചോദിച്ചാൽ, ആസാഫെ എന്തിനാ അപ്പച്ചൻ നിന്റെ കൈക്ക് പിടിച്ചെന്ന് ചോദിച്ചാൽ ആസാഫ് പറയും, അവൻ എൻ്റെ കൈക്ക് പിടിച്ച് 24-ാം വാക്യം, എന്നിട്ടും ഞാൻ എപ്പോഴും അപ്പന്റെ അടുക്കൽ, ആ സാന്നിധ്യത്തിൽ അപ്പന്റെ കൂടെ ഞാൻ ഇരിക്കുക. അപ്പൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഒരു പിതാവ് കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, എന്തിനാ കൈക്ക് പിടിച്ചിരിക്കുന്നതെന്ന് 24-ാം വാക്യം പറയുന്നു, തൻ്റെ ആലോചനയാൽ എന്നെ നടത്തേണ്ടതിനാണ്. Come on. Amen, amen. അപ്പൻ എന്റെയും നിങ്ങളുടെയും കരത്തിൽ പിടിച്ചിരിക്കുന്നത്, അപ്പന് എന്റെ മേൽ നിങ്ങളുടെ മേൽ ഒരു ആലോചനയുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും സ്വർഗീയ പിതാവിനുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനാണ് അവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ആമേൻ. എന്നെ പിടിച്ചിരിക്കുന്ന എൻ്റെ അപ്പന് എന്നെ കുറിച്ചൊരാലോചനയുണ്ടെന്ന്, എന്നെ കുറിച്ചൊരാലോചനയുണ്ട്. എനിക്ക് എന്നെ കുറിച്ചൊരാലോചനയുണ്ട്, ഒരു പദ്ധതിയുണ്ട്, അല്ലെ, വിചാരമുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കുറിച്ചൊരാലോചനയുണ്ട്. സ്തോത്രം. മറ്റൊരു മേഖലയിൽ പറഞ്ഞാൽ പിശാചിനും നമ്മുടെ മേലൊരാലോചനയുണ്ട്. പക്ഷേ എൻ്റെ ആലോചനയും എന്റെ മാതാപിതാക്കളുടെ ആലോചനയും പിശാചിന്റെ ആലോചന അല്ല നടക്കാൻ പോകുന്നേ, നിന്റെ സ്വർഗീയ പിതാവിന്റെ ആലോചന. അവൻ നിന്റെ വലം കരത്തിൽ പിടിച്ചിരിക്കുന്നത് തന്റെ ആലോചനയാൽ നിന്നെ നടത്തേണ്ടതിനാണ്. അവന്റെ ആലോചന ഉന്നതമാണ്, അവന്റെ ആലോചന ഉയരമുള്ളതാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ ആലോചനയേക്കാൾ, നിന്റെ പദ്ധതിയേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലോചന ഉന്നതവും ബൃഹത്തും ആശ്ചര്യമേറിയതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് നമ്മളെ കൈക്ക് പിടിച്ച് തന്റെ ആലോചന പ്രകാരം നടത്താൻ വേണ്ടിയാണ്. അല്ല, ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്ര പേർ പറയും, അപ്പാ നിന്റെ ആലോചനയ്ക്ക് ഞാൻ വഴങ്ങുന്നു, നിന്റെ ആലോചനയ്ക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. അപ്പന്റെ ആലോചന പ്രകാരം നമ്മൾ നടക്കുമ്പോ
ആ വഴിയിൽ നമുക്ക് ചിലപ്പോൾ ഇരുള് തോന്നിയാലും, ആ വഴി മരുഭൂമിയാണെന്ന് ചിന്തിച്ചാലും അതിൻ്റെ അവസാനം നല്ലതായിരിക്കും. ആമേൻ, ആമേൻ. മനുഷ്യരായ നമുക്ക് പലപ്പോഴും ആമേൻ ചില വഴികളൊക്കെ നല്ലതാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ അവസാനം എന്തെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ആൽഫയും ഒമേഗയുമാണ്. നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ആദ്യനും അന്ത്യനുമാണ്. എനിക്ക് എൻ്റെ നാളെ എന്തെന്ന് അറിയാൻ എനിക്ക് കഴിവില്ല. ഈ 2026 ഏപ്രിൽ മാസം ഇന്ന് എന്ന ദിവസത്തിൽ നിൽക്കുന്ന ഞാൻ 2026 സെപ്റ്റംബറിൽ എവിടെയായിരിക്കും, എന്താകും എൻ്റെ ജീവിതം, എങ്ങനെയാകും, ഏതൊക്കെ വിഷയങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും, ഏതൊക്കെ വ്യക്തികളെ കാണേണ്ടി വരും, ഏതൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഇതൊരു പക്ഷെ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ നമ്മുടെ ഇന്നും നാളെയും എല്ലാം അറിയുന്ന ദൈവമാണ്. ആ ഉറപ്പുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്തോത്രം. പലപ്പോഴും ഈ എൻ്റെ മോനുമായി ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ മോൻ എന്നോട് പറയും, പപ്പ ഞാൻ പപ്പയുടെ കൈക്ക് പിടിക്കാമെന്ന് പറയും. ഞാൻ പറയാം ഓക്കെ മോനെ പിടിച്ചോളാൻ പറയും. എൻ്റെ കൈക്ക് പിടിച്ച് ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ചൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഓരോ കടകളുണ്ട്. കടയിൽ ബോളുകൾ തൂങ്ങിക്കിടക്കുന്നു, പാവകൾ തൂങ്ങിക്കിടക്കുന്നു. അതും ഇതുമൊക്കെ കാണുമ്പോൾ ഈ മോൻ എൻ്റെ കൈ വിട്ടിട്ട് ഓടാൻ ശ്രമിക്കും. ഞാനപ്പോൾ കയറി അവനെ ഇങ്ങ് പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ അപ്പൻ്റെ കൈക്ക് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാ. നമ്മൾ അപ്പൻ്റെ കൈക്ക് പിടിച്ചാൽ നമുക്ക് എപ്പോഴൊക്കെ വിട്ടു പോകണോ അന്നേരമൊക്കെ വിട്ടിട്ട് ഓടാൻ പറ്റും. എന്നാൽ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഇനി നീ എൻ്റെ കരത്തിൽ പിടിക്കണ്ട, ഞാൻ നിന്റെ കയ്യിൽ അങ്ങ് പിടിച്ചോളാം, ഞാൻ നിന്റെ കയ്യിൽ അങ്ങ് പിടിച്ചോളാം. ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചാൽ നിനക്ക് എപ്പോഴൊക്കെ കുതറി ഓടാൻ തോന്നുന്നു അന്നേരം ഞാൻ വിടത്തില്ല മോനെ. ഞാൻ നിന്റെ ഇഷ്ടത്തിന് പോകാൻ നിന്നെ അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലരെ ആഴത്തിൽ വിവേചിച്ച് ഇങ്ങനെ സംസാരിക്കുക. ഇന്നലകളിൽ പലപ്പോഴും അപ്പൻ്റെ കൈ വിട്ട് ഓടിയവരല്ലേ നമ്മൾ. ഇന്നലകളിൽ അവൻ്റെ ആലോചന പ്രകാരം നമ്മളെ നടത്താൻ നമ്മുടെ കൈക്ക് പിടിച്ചപ്പോൾ നമ്മൾ അയ്യോ ആ വഴി ദുർഘടം, ആ വഴി അങ്ങനെ ഇങ്ങനെ, ഇത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മുമ്പിൽ കണ്ടത് പലതും പല വഴികളും അതാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ അപ്പൻ്റെ ആലോചനയെ ഓടിയവരല്ലേ. എന്നാൽ ഇന്ന് പകൽ വീണ്ടും ഒരു കരം നിന്റെ നേരെ നീണ്ടുവരുന്നു, ഒരു കരം നിന്റെ കുടുംബത്തിന് നേരെ നീണ്ടുവരുന്നു. നിന്റെ ശുശ്രൂഷയെ ഓർഡറാക്കാൻ, നിന്റെ കുടുംബത്തെ ഓർഡറാക്കാൻ, നിന്നെ വീണ്ടും റീപ്ലേസ് ചെയ്യാൻ, നിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ. എവിടെയൊക്കെയോ ദൈവിക പദ്ധതികളിൽ നിന്നും ഒളിച്ചോടിയ യോനേ, ഒരു കരം നിന്റെ നേരെ നീണ്ടുവരുന്നു. നിന്നെ ഇനിയും നിന്റെ സ്വന്തം, നിന്റെ യഥേഷ്ടം, നിന്നെ വിട്ടുകൊടുക്കാതെ, വിടാൻ അനുവദിക്കാതെ, നിന്നെ തൻ്റെ ആലോചന പ്രകാരം നടത്താൻ അപ്പൻ ഈ പകലിലും നിന്റെ വലം കരം പിടിക്കുകയാണ്. എത്ര പേർ ആ കരം ഉയർത്തി വിളിച്ചു പറയും, അപ്പാ എന്റെ വലം കരത്തിൽ നീ പിടിച്ചതിനാൽ നന്ദി, നീ പിടിക്കുന്നതിനാൽ നന്ദി, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകൾ നമുക്ക് നല്ലതുവണ്ണം അറിയാം. നമ്മുടെ ബലഹീനതകൾ നമുക്ക് നല്ലതുവണ്ണം അറിയാം. എപ്പോഴൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കണ്ണുകൾക്ക് കാഴ്ചകൾക്ക് മനോഹരമായ, നമ്മളുടെ കൊതിക്ക് ഉതകുന്ന രീതിയിലുള്ള പലതും നമ്മുടെ കൺമുമ്പിൽ കൊണ്ട് കാണിച്ചിട്ട് തിന്നാൻ കൊള്ളാം, കാണാൻ കൊള്ളാം എന്ന് നമ്മളെ മോഹിപ്പിച്ച് നമ്മളെ റൂട്ടുമാറ്റി ഇന്നലകളിൽ ദൈവിക പദ്ധതികളിൽ നിന്നും പിശാച് അടർത്തി മാറ്റിയ സാഹചര്യങ്ങളില്ലേ? ഇന്ന് പകൽ എത്ര പേർ പറയും, അപ്പൻ എന്നെ മുറുക്ക പിടിച്ചോണേ, അങ്ങ് മുറുക്ക പിടിച്ചോണേ, എന്നെ ഇനിയും കുതറി ഓടാൻ എന്നെ അനുവദിക്കരുതേ അപ്പാ. എന്റെ കൺമുമ്പിൽ ഉയർന്നു വരുന്ന പലതിന്റെയും പുറകെ ചലിക്കുവാൻ എന്നെ വിട്ടുകൊടുക്കരുത്. നീ എന്നെ മുറുക്ക പിടിച്ചോളണേ യേശുപ്പച്ച, എന്നെ മുറുക്ക പിടിച്ചോളണേ. മോനേഷ് എന്തെന്ന്, മോനേഷ് ആരെന്ന്, മോനേഷിന്റെ ബലഹീനതകൾ എന്തെന്ന് എനിക്ക് അറിയാം എന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അവസ്ഥകൾ അറിയാം. യേശുപ്പച്ചനോട് പറ,
ഇന്നലകളിൽ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ പലപ്പോഴും ഇന്നലകളിൽ അപ്പൻ്റെ കൈക്ക് പിടിക്കും, നമുക്ക് തോന്നിയപ്പോഴൊക്കെ ആ കൈ വിട്ടിട്ട് നമ്മൾ പോകും. പിന്നെയും ഒരു കഷ്ടം, പിന്നെയും ഒരു ഭാരം, പിന്നെയും ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ വീണ്ടും യേശുവേ എന്ന് പറഞ്ഞു വരും. ഇതല്ലായിരുന്നോ നമ്മുടെ സ്വഭാവം? ഇതല്ലേ നമ്മൾ ചെയ്യുന്നേ? എന്നാൽ ഇന്ന് യേശുപ്പച്ചനോട് പറ, ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, ജീവിതത്തിന്റെ അമാവാസിയിലും പൗർണമാവാസിയിലും, എന്നിട്ടും എപ്പോഴും ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ ഒരു ഹൃദയം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പൈതൽ ആരുണ്ട് ഈ സഭയ്ക്കകത്ത്? അവരുടെ കരം പിടിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ച നന്മ കിട്ടാതെ ഇരിക്കുമ്പോൾ അവനെ വിട്ടുപോകുന്ന അവസ്ഥയല്ല. നീ പ്രതീക്ഷിച്ച വിടുതൽ കിട്ടാതിരിക്കുമ്പോൾ നീ നിന്റെ ഇഷ്ടം സഞ്ചരിക്കുന്ന അവസ്ഥയല്ല. എന്നിട്ടും കഷ്ടമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും നിന്നയാണെങ്കിലും പ്രതികൂലങ്ങളാണെങ്കിലും എന്നിട്ടും എപ്പോഴും ഞാൻ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ചിലരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെല്ലാം അവർ ആഗ്രഹിച്ച രീതികളിലാണ് നടക്കുന്നതെങ്കിൽ, നന്മകളിലൂടെയാണ് പോകുന്നതെങ്കിൽ അവരുടെ വായിൽ ഗ്ലോറി നീട്ടി ഉണ്ടായിരിക്കും. എന്നാൽ അവർ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കാണുമ്പോൾ പലപ്പോഴും അവർ അപ്പൻ്റെ കൈവിട്ട് കുതറി അവരുടെ യഥേഷ്ടം സഞ്ചരിക്കാൻ തുടങ്ങും. എന്നാൽ നാം ഒന്ന് ചുരുക്കി ചിന്തിച്ചാൽ അപ്പൻ്റെ കൈവിട്ട് ഓടിയ ഇടങ്ങളിലെല്ലാം നമുക്ക് പരാജയമായിരുന്നു, നമുക്ക് മുറിവുകളായിരുന്നു. എന്നാൽ ഈ പകലിൽ ഞാൻ ആത്മാവിൽ ആഴത്തിൽ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഈ പകൽ ചിലരെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ. നിന്നെ അടർത്തി മാറ്റിക്കളയാൻ, നിന്നെ അടർത്തിക്കൊണ്ടുപോകാൻ പിശാച് ഇന്നലകളിൽ പദ്ധതികൾ ഒഴുക്കിയപ്പോഴും നിന്നെ കുറിച്ചൊരു സ്വർഗീയ ആലോചന, നിന്നെ കുറിച്ചൊരു സ്വർഗീയ പ്ലാൻ, പദ്ധതി എന്റെ ദൈവത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് ആ കരം നിന്നെ വിട്ടുകൊടുത്തില്ല. ആ കരം ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ മുറുകെ പിടിക്കുന്നു, ചില വ്യക്തികളെ മുറുകെ പിടിക്കുന്നു. ആ വലത്തുകരം ആസാഫ് പറയുകയാണ്, അവൻ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്തിനാ എന്റെയും നിങ്ങളുടെയും വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നേ? എന്റെയും നിങ്ങളുടെയും കരത്തിൽ പിടിച്ച് തൻ്റെ ആലോചന പ്രകാരം നമ്മളെ നടത്താനാണ്. ഹല്ലേലൂയ. അവന്റെ ആലോചനകൾ ശാശ്വതമാണ്, അവന്റെ ആലോചനകൾ ഉന്നതമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ളതാണ്. അവന്റെ ആലോചന ഉന്നതമാണ്. അവന്റെ ആലോചന പ്രകാരം നമ്മളെ നടത്താനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനങ്ങൾ 32:8 വരുമ്പോൾ അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 32:8. കാണിച്ചാട്ടെ. ഞാൻ നിന്നെ ഉപദേശിക്കും, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് നീ എങ്ങനെ പോകണ്ടേ, ഏതാ വഴി? ഞാൻ നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ടുന്ന വഴി, നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അടുത്തത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ട് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ കൊണ്ടുപോകാന്, നീ എത്തേണ്ട ഇടത്ത് നിന്നെ എത്തിക്കാന്, ഒരു റോങ് പ്ലേസിലല്ല, നീ എത്തേണ്ട പെർഫെക്റ്റ് പ്ലേസിൽ, നീ നിൽക്കേണ്ട പെർഫെക്റ്റ് ഇടത്തിൽ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരണം. ഇന്ന് പലപ്പോഴും നമ്മൾ കുതറി ഓടുന്ന ഒരു സ്വഭാവമുണ്ട്, അപ്പന്റെ കൈ വിട്ട് കുതറി ഓടുന്ന ഒരു സ്വഭാവം. അപ്പ ഇന്ന് ആ സ്വഭാവം എന്നിൽ നിന്ന് അടർത്തി കളയണമേ, അതിനെ മുറിച്ചു മാറ്റണമേ. ഇന്ന് നീ എൻ്റെ കൈക്ക് പിടിച്ച് നിന്റെ ആലോചനയാൽ എന്നെ നടത്തണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും യെശയ്യാ പ്രവചനം 30:21 നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 30:21.
നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ അതായത് ചില സമയങ്ങളിൽ വലിയ കൺഫ്യൂഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഏതാണ് ശരി? എങ്ങോട്ടാണ് ഞാൻ ചുവട് വെക്കേണ്ടത്? എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്? ഞാൻ അവിടെ പോകണോ? ഞാൻ അതിന് കൈ കൊടുക്കണോ? ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂസ് ആകുന്ന ജീവിതത്തിന്റെ ചില സർക്കംസ്റ്റൻസുകളിൽ, ജീവിതത്തിന്റെ അങ്ങനെയുള്ള ചില വൈഷമ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ നാം സ്റ്റക്കായി നിൽക്കുന്ന സമയങ്ങളിൽ അവിടെ വചനം പറയുക, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, എങ്ങോട്ടാ തിരിയേണ്ടെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം നിന്റെ കാതിൽ കേൾപ്പിക്കും. മോനെ, വഴി ഇതാടാ, ഇതിലേ പൊക്കോ, ഇതിലേ നീ പൊക്കോ. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുന്നു. വഴി ഏതാണ്, ഏത് ചുവട് വെക്കണം, ഫാബിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ വലിയ വിഷമത്തിൽ, ആശങ്കയിൽ നിൽക്കുന്ന ചിലരുടെ കാതിൽ, ചിലരുടെ സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് നീ നടക്കേണ്ടുന്ന വഴി, നീ തിരഞ്ഞെടുക്കേണ്ട മേഖല നിനക്ക് കാണിച്ചു തന്ന് നിന്നെ അവിടേക്ക് നയിക്കുന്ന ഒരു സ്വർഗീയ ദൈവം. എന്റെയും നിങ്ങളുടെയും കരത്തിൽ പിടിച്ച് നമുക്ക് വഴി ഏതാന്ന് അറിയാതെ നിൽക്കുമ്പോൾ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ, ഏത് തീരുമാനം എടുക്കണം എന്നറിയാതെ നിൽക്കുമ്പോൾ, നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കാതിൽ ഒരു ശബ്ദം കേൾപ്പിച്ച്, നമ്മുടെ പിൻപിൽ ഒരു ശബ്ദം കേൾപ്പിച്ച്, വഴി ഇതാ മോനെ, ഇതിലേ പൊക്കോ എന്ന് പറയുന്ന ഒരു അപ്പൻ, ആ പിതാവ്, ആ യേശുപ്പച്ചൻ എന്റെയും നിങ്ങളുടെയും വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് അവന്റെ ആലോചന പ്രകാരം നമ്മളെ നടത്താനാണ്. പ്രിയപ്പെട്ടവരെ, സദൃശ്യവാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യവും കൂടെ ഒന്ന് വായിക്കണം. സദൃശ്യവാക്യങ്ങൾ 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. പക്ഷെ ബൈബിൾ പറയുകയാണ് അതിന്റെ അവസാനം എന്തെന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം, സ്വോത്രം, ഇന്നത്തെ നമ്മുടെ തലമുറകളെ നോക്കിയാൽ അവര് ഒന്നിനെ കണ്ടു, അവരുടെ ഹൃദയത്തിലുള്ള ഒരു ചിന്തപ്രകാരം അവര് ഇത് തന്നെയാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, ഞാൻ ഇതിനെ കെട്ടും, ഞാൻ അങ്ങനെ പോത്തുള്ളൂ. അപ്പൊ നമ്മുടെ കൺമുമ്പിൽ ആ വഴി ചൊവ്വായി തോന്നും. ഞാൻ ഉദ്ദേശിച്ച അത്ര നീളമുണ്ട്, അത്ര മുടിയുണ്ട്, ചിരിക്കുമ്പോ പല്ല് കാണുന്നുണ്ട്, സ്വത്രം. അപ്പോ വിചാരിക്കും ഇത് തന്നെ ആയിരിക്കും എന്ന് ചിന്തിച്ച് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. പക്ഷെ അതിന്റെ അവസാനം എനിക്കറിയില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില നിന്റെ പ്ലാനുകൾ ഇന്ന് പൂട്ടിക്കെട്ടിക്കോ. എന്റെ കുഞ്ഞെ, നിന്റെ വഴി അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെ നിനക്ക് ഇപ്പോഴുള്ള സർട്ടിഫിക്കറ്റും ആ പണവും ആ രാജ്യവും ഒക്കെ കാണുമ്പോൾ നല്ലതെന്ന് തോന്നും. പക്ഷെ അതിന്റെ അവസാനം നിനക്കറിയത്തില്ല. എന്നാൽ അപ്പൻ നിന്റെ കൈക്ക് പിടിച്ച് തന്റെ ആലോചനയാൽ നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പന്റെ പദ്ധതി പ്രകാരം ശുഭകരമായി നിന്നെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേകർക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവര് പറയുക, പാസ്റ്ററെ, എന്റെ സങ്കല്പപ്രകാരമുള്ളത് തന്നെ ആയിരുന്നു, സങ്കല്പങ്ങളിൽ ഞാൻ വരച്ച, ഞാൻ കണ്ട ആള് തന്നെ. പക്ഷെ പിന്നെ കാര്യത്തിലോട്ട് കയറിയപ്പോഴാ മൊത്തം പാളിപ്പോയെന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എൻ്റെ പ്രിയരെ, അബ്രഹാമും ലോത്തും, അബ്രഹാം പറഞ്ഞു, ലോത്തേ, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട്. അപ്പൊ ഈ ലോത്തൊന്ന് തലപൊക്കി ഒന്ന് നോക്കി, നോക്കിയ ഇടം നല്ല നീരോട്ടമുള്ളതാണ്, നല്ല വളർച്ചയും നല്ല തഴപ്പും ഒക്കെ പ്രാപിക്കാൻ പറ്റിയ ഇടമാണെന്ന് ചൊല്ലി അവൻ അതങ്ങ് തെരഞ്ഞെടുത്തു. സ്തോത്രം. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ വഴി ചൊവ്വായി അവന് തോന്നും, പക്ഷെ അതിന്റെ അവസാനം നമുക്കറിയാം, അത് തീക്ക് ഇരയായി തീർന്നു. സോദോം ഗോമോറ
തീക്കെരയായി തീർന്നു. ആമേ, ഇന്ന് പകലിലും ദൈവാത്മാവ് ആരുടെയോ ഹൃദയങ്ങളെ തൊട്ട് വിളിച്ചു പറയുന്നു, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുമെങ്കിലും അതിന്റെ അവസാനം ആമേ നന്നാകണമെന്നില്ല. എന്നാൽ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ നിന്നെ പിടിച്ചാൽ അവൻ നിന്റെ കരത്തിൽ പിടിച്ച് തന്റെ ആലോചന പ്രകാരം നിന്നെ നടത്തുന്ന ദൈവമാണ്. അവന്റെ ആലോചന പ്രകാരം നിന്നെ നടത്തും. അവന്റെ ആലോചന ചിലപ്പോൾ ഫിലിപ്പോസേ നീ നിർജ്ജന പ്രദേശത്തോട്ട് പോവാന്ന് ആണ് അവന്റെ ആലോചനയെങ്കിലും നീ ഭാരപ്പെടണ്ട. ആ നിർജ്ജന പ്രദേശത്തും ഒരു മഹത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ നിർജ്ജന പ്രദേശത്തും ആമേ സ്നാനപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ആമേ ചില ദൈവ പദ്ധതികൾക്കായി ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേർ പറയും, അപ്പാ നീ എൻ്റെ കൈക്ക് പിടിച്ച് ആമേ നിന്റെ ആലോചന പ്രകാരം എന്നെ നയിക്കണേ. ഇന്നലകളിൽ ഞാൻ എൻ്റെ ആലോചന പ്രകാരം നടക്കാൻ ശ്രമിച്ചു. ഇന്നലകളിൽ നിന്റെ കൈ വിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഓടിയപ്പാ. എന്നാൽ പിശാചിന്റെ ആലോചനയ്ക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. നീ എൻ്റെ വലം കൈയിൽ പിടിച്ച് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തണമേ. അങ്ങനെ ഉറപ്പുള്ളവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെല്ലാം ഉയർത്തി അപ്പയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ. സ്വർഗം നമ്മുടെ കൈകളെ കാണുകയാണ്. ആ കരങ്ങളെ ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവിൽ ഞാനൊരു വെളിപ്പാട് ഇങ്ങനെ വിളിച്ചു പറയട്ടെ. ആണിപ്പഴുതേറ്റ കരം ചിലരുടെ കരങ്ങളിൽ പിടിക്കുന്നു കേട്ടോ. ഇനിയും ലോകത്തിന് അടർത്തി മാറ്റി കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ, ഇനിയും പിശാചിന് വഴി തെറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പിരിയാബന്ധമായി ഒരു കരം ഇന്ന് പകലിൽ ചിലരെ പിടിക്കുകയാ. അറശകൾ കനകടക വൈഡജാന ധീരകൾ പ്രതനകടകരഗതിയാല് ഒന്നിനും പിടിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ലോകത്തിന്റെ ഉയർച്ചകൾക്കോ ആഴങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ പൈതാകത്തിനോ ഒന്നിനും പിടിച്ച് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കരം ഇന്ന് പകൽ നിന്നെ ക്രിസ്തുവിനോട് ചേർത്ത് കെട്ടുന്നു. നിന്റെ ജീവിതത്തിൽ നാളുകളിൽ വന്നുകൂടാമാകുന്ന കഷ്ടതകൾക്കും പട്ടിണികൾക്കും പൈതാഹത്തിനും ഇനിയും യേശുവിന്റെ പാദത്തിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ കഴിയത്തില്ല. ആ രീതിയിൽ ഒരു കരം ഇന്ന് ചിലരെ പിടിക്കുകയാണ്. ആ രീതിയിൽ ഒരു കരം ഇന്ന് പകൽ ചിലതിനെ പിടിക്കുന്നു കേട്ടോ. സാഹചര്യങ്ങൾ എതിരാകട്ടെ, സാധ്യതകൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവരുടെയും കൂടെ പാട്ടുപാടാനല്ല, നീ ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നാലും ആ ഏകാന്തതകൾക്കകത്തും വചനം വിട്ടുമാറാതെ, സാന്നിധ്യം വിട്ടുമാറാതെ, പ്രമാണം വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ നിന്റെ ഹൃദയത്തെ, നിന്റെ അകത്തെ മനുഷ്യനെ ഇന്നൊരുവൻ പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തൊരർത്ഥം നിന്റെ അടുത്ത മേഖലകളെ ഇനി തീരുമാനിക്കുന്ന നീ അല്ല, നിന്റെ അടുത്ത മേഖലകളെ ഇനി തീരുമാനിക്കുന്ന പിശാചല്ല. നിന്റെ കരത്തിൽ പിടിച്ചിട്ടുള്ളവൻ അവനൊരു ശോഭനമായ പന്താവിലേക്ക് നിന്റെ കയ്യെ പിടിച്ചു നിന്നെ കയറ്റാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കും. നമ്മുടെ വലം കൈക്ക് പിടിക്കുന്ന അപ്പൻ, എൻ്റെ അപ്പൻ എൻ്റെ കൈക്ക് പിടിക്കുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് പിടിക്കുന്നത് എൻ്റെ കുഞ്ഞു പോകുന്ന തോന്നിയിടത്തോട്ട് അവനെ വിടാനല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൈക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ അവൻ്റെ കൈക്ക് പിടിക്കുന്നത് എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടേക്ക് അവനെ കൊണ്ടുപോകാൻ, എൻ്റെ ആലോചന പ്രകാരം നടത്താൻ. സ്തോത്രം. മനസ്സിലായവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്ന്, അവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് അവന്റെ ആലോചന പ്രകാരം നമ്മളെ നടത്താൻ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, നീ എന്നെ വലങ്കരത്തിൽ പിടിച്ച് നിന്റെ ആലോചനയാൽ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക്. അപ്പോൾ അവൻ നയിക്കുന്നത് എല്ലായിടത്തും വലിയൊരു ഗ്ലോറി ഉണ്ട്. അവൻ നയിക്കുന്നത് ഒരു മഹത്വത്തിലേക്കാണ്. ആകയാൽ ഭയം വേണ്ട, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചേ.
രണ്ടാമതായി ദൈവവചനം നാം പഠിക്കുമ്പോൾ കർത്താവ് കൈക്ക് പിടിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിന്റെ കൈക്ക് ദൈവം പിടിച്ചതായി അവകാശപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 41:13 വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന്. ഇത് ഇന്നലെ പറഞ്ഞെന്നല്ല, സഹായിക്കും എന്ന് പറയുന്നു. പ്രസന്റ് കണ്ടിന്യൂയിങ് ടെൻസ് ആണ് ഇവിടെ. ആമേൻ ആമേൻ ആമേൻ. യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് ദൈവം പറയുക, യാക്കോബേ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിട്ട് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടണ്ട, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് പകലിലും യാക്കോബിന്റെ കരത്തിൽ പിടിച്ച ദൈവം ആരെന്നെ സഹായിക്കും എന്ന ഭാരവുമായി, എവിടെ നിന്ന് എന്റെ സഹായം വരും എന്ന ചിന്തയുമായി, ചോദ്യവുമായി, എന്റെ മക്കളുടെ വിഷയമാകട്ടെ, ശുശ്രൂഷയുടെ വിഷയമാകട്ടെ, ഭവനത്തിന്റെ വിഷയമാകട്ടെ, ആരെന്നെ സഹായിക്കും, ആരെന്നെ സഹായിക്കും എന്ന ചിന്തയുമായിട്ടാണ് ഈ പകലിൽ നിങ്ങൾ ഈ ആലയത്തിൽ കടന്നു വന്നതെങ്കിൽ, ഇന്ന് നിങ്ങളുടെ കരത്തിൽ യേശു അപ്പച്ചൻ പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ! ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ ഈ യാക്കോബിന്റെ കരത്തിൽ ദൈവം പിടിച്ചു. ഈ യാക്കോബിന്റെ കരത്തിൽ പിടിച്ചിട്ട് ഒന്നാമത് പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട. എന്താ പറയുന്നത്? ഭയപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൽ 365 ദിവസം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ മതപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ബൈബിളിൽ 366 പ്രാവശ്യം ഭയപ്പെടണ്ട എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ഓരോ പ്രഭാതത്തിലും നീ എഴുന്നേൽക്കുമ്പോൾ, ആ പ്രഭാതം നീ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നമേ നിന്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഇന്ന് എന്ന ദിനത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. ആമേ. അപ്പൊ യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട്, യാക്കോബിന്റെ വലം കൈയിൽ പിടിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെ സഹായിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ ഈ യാക്കോബിന്റെ കൈക്ക് പിടിക്കാനുള്ള കാരണം നമ്മൾക്കൊന്ന് ചിന്തിക്കാം. ഇതിന്റെ 8 വാക്യം ഒന്ന് വായിച്ചേ. 41:8. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ യാക്കോബിന്റെ കൈക്ക് പിടിക്കാൻ ദൈവത്തിനൊരു കാരണം അവിടെ എഴുതിയിരിക്കുകയാണ്. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ. അടുത്തത് പറയുക, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാടാ നീ. എടാ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മോനാണെന്ന് നീ. എടാ, കൽദരയുടെ പട്ടണമായ ഊരിൽ അപ്പനോടുകൂടെ കളിമണ്ണ് കുഴച്ച് വിഗ്രഹങ്ങളെ നമസ്കരിച്ച് നടന്ന അബ്രഹാമിന് ഞാൻ പ്രത്യക്ഷനായി. അവനോട് നീ ആയിരിക്കുന്ന പാരമ്പര്യവും മേഖലകളും ഒക്കെ വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോ, അവൻ നാളെ എന്താകുമെന്നോ എങ്ങനെയാകുമെന്നോ ഒന്നും നോക്കാതെ എന്റെ ശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാം, എന്റെ സ്നേഹിതൻ, എനിക്ക് അവനോടൊരു നിയമമുണ്ട്, എനിക്ക് അവനോടൊരു നീതിയുണ്ടടാ. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ തൊട്ട് വിളിച്ചു പറയുന്നു, ദൈവത്തിന് വേണ്ടി നിന്ന് നിന്റെ പിതാവിനെ മറന്നു കളയാൻ, നിന്റെ അപ്പനെ മറന്നു കളയാൻ എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നെങ്കിൽ, എന്റെ പ്രിയരെ കുറിച്ചു വെച്ചോ, നമ്മുടെ തലമുറകളെ മറന്നു കളയാൻ തക്കവണ്ണം ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തിന്റെ വാക്ക് കേട്ട,
ദൈവശബ്ദം അനുസരിച്ച് പുറപ്പെട്ട കഷ്ടതയുടെ തീച്ചൂളയിലും ദൈവത്തിന് വേണ്ടി നിന്ന ആമേനാമി എന്റെയും നിങ്ങളുടെയും ആമേനാമി തലമുറകളെ മറന്നു കളയാൻ തക്കവണ്ണം എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. യാക്കോബിനെ വിളിച്ചിട്ട് പറയുക, യാക്കോബേ, നീ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാ. നീ എന്റെ സ്നേഹിതൻ. ആമേനാമേ. ദൈവം തന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിച്ച ആളാ അബ്രഹാം. അപ്പൊ എന്റെ സ്നേഹിതന്റെ മോനാ നീ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. ആമേൻ. കർത്താവ് പറയുക, ആമേൻ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അടുത്തൊന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് നിന്നെ വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളോവേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുക. കർത്താവ് തുടങ്ങുക, അടുത്ത പരിപാടി തുടങ്ങുക. കർത്താവ് പിന്നെ ആമേൻ ആമേൻ എന്താ പറയുന്നത് അറിയാവോ? നീ ഭയപ്പെടണ്ടടാ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട്, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ താങ്ങും. എന്നിട്ട് പറയുക, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലാതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് ദൈവം പറയുക, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്ക കൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ജയിക്കത്തില്ലേ. ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ യുദ്ധവീരനാണ്, യുദ്ധം എനിക്കുള്ളതാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ഭയപ്പെടണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ യാക്കോബിന്റെ അടുക്കൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. യാക്കോബിന്റെ വലങ്കൈ പിടിച്ചിട്ട് ദൈവം പറയുക, ഞാൻ ആമേൻ സ്തോത്രം നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അടുത്തത്, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത് എന്ന ഒരു പോയിന്റ് അടുത്ത വാക്യം പറയുന്നേ. എടാ യാക്കോബേ, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് 13-ാം വാക്യം പറഞ്ഞിട്ട് 14-ാം വാക്യത്തിൽ വീണ്ടും ഈ യാക്കോബിനെ ദൈവം വിശേഷിപ്പിക്കുന്നത് എന്താ നോക്കിയേ. പുഴുവായ യാക്കോബേ, പുഴുവായ യാക്കോബേ. വായിച്ചു. ഇസ്രായേൽ പരിശയെ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ദൈവം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകലിലും ഈ ആലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോടും ദൈവാത്മാവ് നിങ്ങളുടെ വലങ്കരം പിടിച്ചു പറയുന്നു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ആമേനാമി, എന്റെ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ആ വിഷയങ്ങൾക്കകത്ത് ആമേ നിങ്ങളെ കൈവിട്ട് കളയത്തില്ല. എന്റെ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ യാക്കോബിനെ സഹായിക്കാമെന്ന് 3 പ്രാവശ്യം ദൈവം തന്റെ തിരുവായി മൊഴിഞ്ഞ് പറയുക. എന്നിട്ട് വീണ്ടും 14-ാം വാക്യം വരുമ്പോൾ വീണ്ടും യാക്കോബിനെയോട് ദൈവം യാക്കോബിനെ വിളിക്കുക, പുഴുവായ യാക്കോബേ. എടാ ഇസ്രായേൽ പരിശയെ, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ ഈ യാക്കോബിനെ ദൈവം വിളിക്കുന്ന പുഴുവായ യാക്കോബേ എന്നാ. അത് നമുക്കറിയാം, ഈ പുഴു, ലാർവ എന്ന് പറയുന്നത് പുഴു, ഈ ചെരുപ്പിന്റെ അടിയിൽ ചതഞ്ഞ് തീരാനുള്ളതാ പുഴു. പുഴുവിന് വലിയ സ്വപ്നമൊന്നുമില്ല. അതായത് അർത്ഥാൽ പുഴു വലിയ ശക്തിയുള്ളതല്ല, ബലമുള്ളതല്ല, കരുത്തുള്ളതല്ല. ഇതാണ് പുഴു. എന്നാൽ ഈ പുഴുവിനെ ദൈവം കൈക്ക് പിടിച്ചു, യാക്കോബിന്റെ കൈക്ക് പിടിച്ചു. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പുഴുവിന്റെ കൈക്ക് പിടിച്ച് യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ കൈക്ക് പിടിക്കാനുള്ള കാരണം നമ്മൾ വായിച്ചു 8-ാം വാക്യം.
നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാണ്. അമ്മേ, അപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാ സഹായിക്കുന്നതെന്ന് 15-ാം വാക്യത്തിൽ പറയുകയാണ്. യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? 15-ാം വാക്യം, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അടുത്തത്, നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ മതി. അപ്പൊ ഈ അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബ്, ഈ യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും കർത്താവ് പറഞ്ഞു. നീ ഇപ്പോൾ ബലമില്ല, ശക്തിയില്ല, നീ ചെരുപ്പിന്റെ അടിയിൽ അരഞ്ഞു തീരേണ്ട ഒരു പുഴു പോലെയാണ്. എന്നാൽ ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് നീ ഇനിയും പുഴുവായിട്ടല്ല കാണപ്പെടുന്നത്, നീ ഒരു മെതിവണ്ടിയായി തീരും. നിനക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ തരും. ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതും കരുപ്പുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, ദൈവം ആസാഫിന്റെ കൈക്ക് പിടിച്ചു. ആസാഫിന്റെ കൈക്ക് പിടിച്ചത് തന്റെ ആലോചനയാൽ നടത്താനാണ്. 2, ദൈവം ഇവിടെ യാക്കോബിന്റെ കൈക്ക് പിടിച്ചു. യാക്കോബിന്റെ കൈക്ക് പിടിച്ചത് അവനെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് പുഴുവായവനെ ഒരു മെതിവണ്ടിയാക്കി തീർക്കുന്ന ഒരു അഭിഷേകത്തെ, ഒരു കരുപ്പിനെ, ഒരു ആത്മനിറവിനെ, ഒരു അധികാരത്തെ അവന്റെ മേൽ പകരാനാണ് യാക്കോബിന്റെ വലം കരം ദൈവം പിടിച്ചത്. ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് നോ മോർ ദ സെയിം വർം, നിങ്ങൾ ഒരു ബുൾഡോസറായി തീരാൻ പോകുകയാണ്. ദൈവം എന്റെയും നിങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് നമ്മൾ ഇനിയും പലതിനെയും കണ്ട് പേടിക്കുന്ന ഒരു പുഴുവല്ല. അയ്യോ അവിടെ ആ ആഭിചാരകൻ, അവിടെ ആ മന്ത്രവാദി, അവിടെ അതിനെ കണ്ട് പേടിക്കുന്ന പുഴുവല്ല നീ അതിനെ ഇടിച്ച് തകർക്കുന്ന, നീ അതിനെ തകർത്ത് പൊടിക്കുന്ന ഒരു മെതിവണ്ടിയാക്കി എന്റെ ദൈവം നിന്നെ തീർക്കുകയാണ്. ഇന്ന് പകലിൽ ചിലരുടെ മേലെ അഭിഷേകം വീഴുന്നു, ചിലരുടെ മേലെ അധികാരത്തിന്റെ പുതപ്പ് വീഴുന്നു. ഇന്നലെ വരെ പേടിച്ച് ഭയപ്പെട്ട് നിന്ന നിന്നെ, ശത്രുവിനെ കണ്ട്, പൈശാചിക മേഖലയെ കണ്ട് ഭയപ്പെട്ടു നിന്ന നീ, ആ ദുരാത്മ മേഖലകളെ ഓടിക്കുന്ന ഒരു അധികാരം നിന്റെ മേൽ പകർന്നു തരാൻ, നിന്നെ കരുപ്പനാക്കാൻ. ആമേൻ. ചിലരെ കണ്ടിട്ടില്ലേ? ചിലർ ഈ ടച്ച് മീ നോട്ട് എന്ന ഒരു ചെടി ഉണ്ടല്ലോ, തൊട്ടാവാടി, ടച്ച് മീ നോട്ട്. നമ്മളിങ്ങനെ വിരിഞ്ഞ് നിൽക്കും, സന്തോഷത്തോടൊക്കെ നിൽക്കും. പക്ഷെ എന്തെങ്കിലും ഒരു വേട് കേട്ടാൽ മതി, എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളൊന്ന് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും. എന്തോ ദൈവാത്മാവ് അങ്ങനെ ചിലരെ തൊട്ട് പറയുന്നു, നിന്റെ ആ ക്യാരക്ടറിനകത്തൊരു മാറ്റം തരാൻ പോകുക. ഇനിയും നീ രാമനാമെ തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടിയല്ല, നീ കരുത്തുള്ള, നീ മൂർച്ചയുള്ള, പ്രതിസന്ധികളെ നെഞ്ചു വിരിച്ച് എന്റെ ദൈവം എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് ഒരു ദാവീദ് പറയുന്നത് പോലെ, നിന്നോൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽ ചിലരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ എഴുന്നേൽക്കുന്ന പകലാണ്. ഒരു പുഴുവായി നീ ഇതിനകത്ത് കയറി വന്നെങ്കിൽ ഇന്നൊരു പുഴുവായി നീ മടങ്ങിപ്പോകുകയല്ല. പ്രതിസന്ധികളെ, മലകളെ, പർവ്വതങ്ങളെ ഇടിച്ചു തകർക്കുന്ന ഒരു മെതിവണ്ടിയായി, ഒരു ബുൾഡോസറായി നിന്റെ അകത്ത് അധികാരവും ശക്തിയും ദൈവം പകരുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ യാക്കോബിന്റെ കൈക്ക് ദൈവം പിടിച്ചു. യാക്കോബിന്റെ കൈക്ക് പിടിക്കാൻ നമ്മൾ പറഞ്ഞു, കാരണം ദൈവം പറയുക, നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നത് മറന്നു കളയുന്ന ദൈവമല്ല.
നമ്മുടെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ഈ യാക്കോബിനെ കൈക്ക് പിടിച്ചിട്ട് പറയുക, എടാ പുഴുവേ, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. ശ്രദ്ധിക്കുക, ഇതിന്റെ പശ്ചാത്തലം വേഗത്തിൽ ഒന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ടങ്ങ് പോകാം. ഈ അപ്പന്റെ ഭവനം വിട്ടിറങ്ങിയ യാക്കോബ്, ആമേൻ സ്തോത്രം, ഒരു വടിയായി ഇറങ്ങി ലാബാന്റെ അടുക്കൽ കുറെ നാളായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വീണ്ടും വഴിയാത്രയിൽ ലാബാൻ തന്നെ ആമേൻ നശിപ്പിക്കും, കൊല്ലുമെന്ന് ഭയന്ന് മുന്നേ സമ്മാനങ്ങളൊക്കെ അയച്ച് ആമേൻ സ്തോത്രം യാബോക്ക് എന്ന കടവിൽ വെച്ച് ദൈവത്തിന്റെ ഇടപെടൽ നിമിത്തം യാക്കോബ് ഇപ്പോൾ ആരായി മാറി? ഉറക്കെ പറ. അപ്പോ യാക്കോബേ ഇസ്രായേൽ പരിശയെ, ഈ യാക്കോബ് ഇപ്പോൾ ഇസ്രായേലായി മാറി. ഇനി വേഗത്തിൽ ആമേ സമയപരിമിതി കൊണ്ട് വേഗത്തിൽ ഓടി അങ്ങ് പോകാം. 1948 ഈ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഈ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി 1948 പ്രഖ്യാപിച്ചെങ്കിലും ഈ ഇസ്രായേൽ ഒരു മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു പുഴുവായിരുന്നു, ഒരു പുഴു. ആ രാജ്യങ്ങൾക്ക് എപ്പം വേണേലും കയറി തേച്ച് മെതിച്ച് കളയാവുന്ന ഒരു ശക്തിയും ഒരു ബലവും, അതായത് ആയുധങ്ങളില്ലാത്ത, സൈന്യശേഖരമില്ലാത്ത, പണമില്ലാത്ത, ടെക്നോളജി ഇല്ലാത്ത വെറും ഒരു പുഴുവായിരുന്നു ഈ യാക്കോബ്. എന്നാൽ സ്വർഗം അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഏ യാക്കോബേ, ഞാൻ നിന്നെ സഹായിക്കുമടാ, ഞാൻ നിന്നെ സഹായിക്കും. നിന്നെ ഒരു പുഴുവായി ഇനിയും ലോകം കാണത്തില്ലേ. ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്ക കൊണ്ട് നീ ഒരു മെതിവണ്ടിയാകും. നീ പർവ്വതങ്ങളെ തകർത്തുമെടിക്കുന്ന, ആമേനാമെ കുന്നുകളെ തവിടുപൊടിയാക്കുന്ന ഒരു മെതിവണ്ടിയാക്കി ഞാൻ തീർക്കും. ഇത് ദൈവം പറഞ്ഞ ദൂത. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ 2 ജില്ല, അല്ലെങ്കിൽ ആലപ്പുഴയും പത്തനംതിട്ട, അല്ലെങ്കിൽ കോട്ടയവും പത്തനംതിട്ടയും കൂടെ എടുത്തു വെച്ചാൽ അത്രയും ഭൂവിസ്തൃതി പോലും ഇല്ല ഇസ്രായേലിന്. അന്ന് അവർ എണ്ണത്തിൽ വളരെ ചുരുക്കമാണ്. ഇവർക്ക് ടെക്നോളജി ഇല്ല, ആയുധമില്ല, ഇവർക്ക് ആമേനാമി വലിയ മിടുക്കൊന്നുമില്ല, വെറും പുഴു. അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആമേനാമി ഈ പുഴുവിനെ ചെരുപ്പിന്റെ കീഴെ അരച്ച് തേക്കുന്ന പോലെ തേക്കാൻ നോക്കി നിൽക്കുകയാ. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്ക കൊണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ ഒരു ദൂത് പറയാം. ഒരുപക്ഷെ നീ വന്നത് ഇവിടെ പുഴുവായിട്ടായിരിക്കും, പക്ഷെ എന്റെ ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിരിക്ക കൊണ്ട് ഒരന്ധകാര ശക്തികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പവറാക്കി, ഒരു മെതിവണ്ടിയാക്കി, ഈ ദേശത്ത് മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു പോകുന്ന രീതിയിൽ, അതിശയം കൂറുന്ന രീതിയിൽ ഒരു പവർഫുൾ വെപ്പണായി, ഒരു പവർഫുൾ ആയുധമായി, മറ്റുള്ളവർ ആശ്ചര്യം പൂറി നോക്കുന്ന രീതിയിൽ, അവർ മുഖത്ത് കൈവച്ച് അമ്പരന്നു പോകുന്ന രീതിയിൽ പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന പ്രോസസ്. പുഴുവിനെ മെതിവണ്ടിയാക്കുന്ന ആമേനാമേനാമി പ്രോസസ്. ഞാനും നിങ്ങളും വലിയ ശക്തിയൊന്നും ഇല്ലാത്തവരാ, വലിയ മിടുക്കും ടെക്നോളജിയും കഴിവും ഡിഗ്രിയും ഒന്നും ഇല്ലാത്തവരാ, വലിയ പണവും ബാങ്ക് ബാലൻസും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇതിനകത്ത് കയറി വന്നപ്പോൾ പുഴുവായി വന്നതുപോലെയല്ല. 2 വർഷം 3 വർഷം ആത്മാവിൽ നീ നിന്ന് കഴിയുമ്പോൾ ആമേനാമേ നിന്റെ പവറിനെ വർദ്ധിപ്പിക്കുന്ന, നിന്റെ അധികാരത്തെ വർദ്ധിപ്പിക്കുന്ന പുഴുവായി വന്ന നിന്നെ ദേശശക്തികൾ കണ്ട് ഭയപ്പെടുന്ന രീതി, ആഭിചാര മേഖലകൾ നിന്റെ പേര് പറയുമ്പോൾ ഭയപ്പെടുന്ന രീതി, ഈ പുഴുവായ യാക്കോബിന്റെ കൈക്ക് പിടിച്ചിട്ട് കർത്താവ് പറയുക, ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കും. നിങ്ങൾ നോക്ക്, ഈ ദൈവം ഇസ്രായേലിന്റെ യാക്കോബിന്റെ കൈക്ക് പിടിച്ചത് കൊണ്ട് അന്ന് പുഴുവായിരുന്നവർ ഇന്ന് നോക്കിയാൽ ഇന്ന് ഇസ്രായേൽ ഒരു മെതിവണ്ടിയായി നിൽക്കുകയാണ്.
ഒരു ശത്രുവിന്റെ മേഖലകൾക്കും കയറി തൊടാൻ കഴിയാത്ത രീതിയിൽ അവർ ടെക്നോളജിയിൽ, പണത്തിൽ, കഴിവിൽ, അധികാരത്തിലെല്ലാം അവർ ഉയർന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ വാക്കുകൾക്ക് അവിടെ വിരാമമിടാം. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം കൈക്ക് പിടിച്ച്, യാക്കോബിന്റെ കൈക്ക് പിടിച്ച് പുഴുവിനെ മെതിവണ്ടിയാക്കിയെങ്കിൽ നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണ്. നമ്മുടെ കരപ്പിൽ അവൻ പിടിച്ചിരിക്കൊണ്ട് നീ ഒരു ചെറിയ നിലവാരത്തിലല്ല, പുഴുവായ നിന്നെ ദേശത്തിന്റെ അധികാരിയാക്കി. ഇസ്രായേൽ ഇന്ന് തളിർത്തു പൂത്തു. അധികാരവും ടെക്നോളജി, നമുക്കറിയാം ഏറ്റവും വലിയ ടെക്നോളജികൾ അവരുടെ കയ്യിലാണ്. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഇറിഗേഷൻ സിസ്റ്റം കണ്ടുപിടിച്ചത് അവരാണ്. നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ മേടിച്ചത് യഹൂദന്മാരാണ്. ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്നത്, ടെക്നോളജികൾ വാങ്ങുന്നത് അവരുടെ കയ്യിൽ നിന്നാണ്. ഒരു സമയത്ത് പുഴു, പക്ഷേ യഹോവ കൈക്ക് പിടിച്ചപ്പോൾ അവൻ കരുപ്പനായ ഒരു മെതിവണ്ടിയായി തീർന്നതുപോലെ ഈ ദേശത്ത് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ രൂപവും, നമ്മുടെ ഭാവവും, നമ്മുടെ അധികാരവും, നമ്മുടെ ശക്തിയും വർദ്ധിപ്പിച്ച് ശത്രുക്കൾ മധ്യേ നിന്റെ കൊമ്പിനെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി നിന്റെ തലയിൽ പുതിയ എണ്ണ തേപ്പിക്കുന്ന ദൈവം. ആമേൻ. അപ്പോൾ ആസാഫിന്റെ വലങ്കരത്തിൽ ദൈവം പിടിച്ചു. ആസാഫിന്റെ കരത്തിൽ പിടിച്ചത് തന്റെ ആലോചനയാൽ നയിക്കാൻ വേണ്ടിയായിരുന്നു. രണ്ട്, ഈ യാക്കോബിന്റെ കൈക്ക് പിടിച്ചത് അവനെ പുതിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി. അതായത് ശക്തി, കരുത്ത്, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അവന്റെ ജീവിതത്തിൽ നൽകാൻ വേണ്ടിയായിരുന്നു. ഇന്ന് പകലിലും തളർന്നും ക്ഷീണിച്ചും വന്ന നിങ്ങളുടെ അകത്ത് ഒരു പർവ്വതത്തിന്റെ ബലത്തെ തന്ന്, ഒരു കരുപ്പിനെ തന്ന്, എങ്ങനെ ഞാൻ മുന്നേറും, എങ്ങനെ ഞാൻ ജയിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്ന ഒരു മെതിവണ്ടിയുടെ കരുത്ത്. ശ്രദ്ധിച്ചേ, ഈ മെതിവണ്ടിയുടെ കരുത്തെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ബുൾഡോസർ ഏതെങ്കിലും മതിലിനെ കണ്ടിട്ട് അയ്യോ മതില് മൂക്കളെയൊക്കെ പിഴിഞ്ഞൊഴിച്ച് മതിലെന്ന് പറഞ്ഞ് കരഞ്ഞ ചരിത്രം കണ്ടിട്ടുണ്ടോ? മെതിവണ്ടിക്ക് മതിലൊരു പ്രശ്നമല്ലേ. മതിലിനെ ഇടിച്ചു പകർപ്പ് കേറുന്ന മെതിവണ്ടി പോലെ നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ കണ്ട് ഒരു പുഴുവായിരുന്ന് കരയാനല്ലേ പർവ്വതങ്ങളെ ഇടിച്ചു പൊളിക്കുന്ന ചിലരുടെ മേലെ ശക്തി വീഴുന്നു, ചിലരുടെ മേലെ പവർ. ശ്രദ്ധിച്ചേ, ബുൾഡോസർ, ഈ മെതിവണ്ടി എനിക്ക് നല്ല കോൺക്രീറ്റ് ഇട്ട ടാർ ഇട്ട റോഡ് വേണം എങ്കിലേ ഞാൻ വരുത്തുള്ളൂ. റോഡില്ല, വഴിയില്ല എന്ന് പറഞ്ഞ് എവിടെയും നിന്നിട്ടില്ല. വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കി അങ്ങ് കയറുക. ഇന്ന് പകലിൽ എവിടെയൊക്കെ ശത്രു നിന്റെ മുമ്പിൽ വഴി അടച്ചോ അവിടങ്ങളിൽ ഇടിച്ചു കയറുന്നു. ഡെലിവറൻസ് ചർച്ച് കോട്ടയം അതിന്റെ മുമ്പിൽ ഡോറുകൾ തുറക്കുന്നു, വാതിലുകൾ തുറക്കുന്നു, മതിലുകൾ താഴെ വീഴുന്നു. ദൈവം നിന്റെ കൈക്ക് പിടിച്ചിരിക്കൊണ്ട് യു ആർ നോ മോർ വേം ബട്ട് യു വിൽ ബി എ ബുൾഡോസർ. നീ ഒരു ശക്തിയാണ്, നിന്റെ അകത്തൊരു പവറുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. മൂന്ന്, ഞാൻ മുമ്പോട്ട് അങ്ങ് പോവുകയാ സമയത്തിന്റെ. മൂന്ന്, ദൈവം കൈക്ക് പിടിച്ച മൂന്നാമത്തെ വ്യക്തിയാണ് യെശയ്യാ പ്രവചനം 45:1. യെശയ്യാ പ്രവചനം 45:1. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. എല്ലാരും അതരം തുറന്നു പറഞ്ഞ വലങ്കൈ പിടിച്ചിരിക്കുന്നു.
അപ്പൊ ദൈവം വലം കൈ പിടിച്ച മൂന്നാമത്തെ വ്യക്തിയാണ് കോരേശ്. കോരേശിന്റെ വലങ്കരം പിടിച്ചതിന്റെ പരമപ്രധാനമായ മോട്ടോ എന്ന് പറയുന്നത് നമ്മളിവിടെ വായിച്ചു. ജാതികൾ കീഴടങ്ങണം, രാജാക്കന്മാരുടെ അരക്കച്ച അഴിയണം, കതകുകൾ അടയരുത്, വാതിലുകൾ തുറന്നിരിക്കണം. എന്നാൽ ദൈവം ഈ കോരേശിന്റെ കൈക്ക് പിടിച്ചതിന്റെ പരമപ്രധാനമായ മോട്ടോ അതല്ല. ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ചതിന്റെ പരമപ്രധാനമായ മോട്ടോ 44-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ്. 44-28. കോരേശിന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് ദൈവം പറയുകയാണ്. എന്റെ ഒരു പ്രീ ഡിറ്റർമിനേഷൻ ഉണ്ട്, എന്റെ ഒരു മുന്നറിവും സ്ഥിര നിർണയവും ഉണ്ട്. അതായത് എന്റെ ഹിതം, എന്റെ ആലോചന. അപ്പൊ എന്റെ ആലോചന നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ എഴുന്നേൽപ്പിക്കുന്ന വ്യക്തിയാണ് ആര്? കോരേശ്. വായിച്ചോ, കോരേശിന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇടപെട്ട ദൈവിക ദൂത് ഞാൻ പങ്കുവെക്കുകയാണ്. ദൈവം സ്വത്രം അവിടെ കോരേശിനോട് പറയുക, അവൻ എന്റെ ഇടയനാണ്, എന്റെ ഹിതം, എന്റെ പ്രീ ഡിറ്റർമിനേഷൻ ഞാൻ അവനിലൂടെ നടപ്പാക്കും. എന്താ എന്റെ ഡിറ്റർമിനേഷൻ, എന്റെ ആലോചന, എന്റെ ഹിതം, എന്റെ പദ്ധതി എന്താണെന്നറിയാമോ? എന്റെ പദ്ധതി യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും. യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി യെരൂശലേം പണിയപ്പെടണം, മന്ദിരത്തിന് അടിസ്ഥാനമിടണം. അതിനു വേണ്ടി ഞാൻ കോരേശിന്റെ കൈക്ക് പിടിച്ച് 3 കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണെന്നറിയാമോ? 1, ഞാൻ അവന് ജാതികളെ കീഴാക്കി കൊടുക്കും. 2, ഞാൻ രാജാക്കന്മാരുടെ അരക്കച്ചകൾ അവൻ മുഖാന്തരം അഴിക്കും. 3, കതകുകൾ അവന്റെ മുമ്പിൽ അടയത്തില്ല, വാതിലുകൾ തുറന്നിരിക്കും. ഇന്ന് പകലിലും ദൈവം നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ദൈവ രാജ്യത്തിനകത്ത്, ദൈവസഭയ്ക്കകത്ത് ചില പദ്ധതികൾ ചെയ്യുവാൻ ദൈവത്തിന്റെ കോരേശിന്റെ മേലുള്ള ദൈവിക നിർണയം യെരൂശലേം പണിയപ്പെടണം, മന്ദിരത്തിന് അടിസ്ഥാനം ഇടണം എന്നുള്ളതാണ്. അപ്പൊ മന്ദിരത്തിന് അടിസ്ഥാനം ഇടാൻ വേണ്ടി യെരൂശലേം പണിയപ്പെടാൻ വേണ്ടി ദൈവം ഈ കോരേശിന്റെ കൈക്ക് പിടിച്ച് ഒന്നാമത് ജാതികളെ അവന് കീഴാക്കാൻ തുടങ്ങി. ദൈവാത്മാവ് ഈ പകൽ ഇങ്ങനെ പ്രവചിച്ച് വിളിച്ചു പറയുന്നു, ജാതികളുടെ വലിയൊരു കൂട്ടം ആലയത്തിനകത്ത് വരാൻ പോവുക. വചനം കേട്ട് മടുത്ത് വചനത്തിന്റെ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവരല്ല, മറിച്ച് സത്യം എന്തെന്നറിയാതെ അന്ധകാരങ്ങൾക്കകത്തും കല്ലും മണ്ണും പറവയും പക്ഷിയെയും മൃഗങ്ങളെയും ദൈവമെന്ന് പറഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം നിന്റെ അടുക്കൽ വന്ന് ജാതികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി, അത് ആലയത്തിന്റെ പണിക്കും അത് മന്ദിരത്തിന്റെ അടിസ്ഥാനത്തിനും വലിയൊരു പ്രവൃത്തിയായി തീരത്തക്ക രീതിയിൽ ജാതികളുടെ സമ്പത്ത് ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ച് 1, അവന്റെ കൈക്ക് പിടിച്ചിരിക്കൊണ്ട് ജാതികൾ അവന് കീഴാകാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പട്ടണത്തിൽ വലിയ എന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് തരുന്നത് ബഹുപുരുഷാരം എന്നുള്ളതാണ്. വലിയൊരു ഉത്സവത്തിന്റെ ധ്വനിയെ വലിയ ബഹുപുരുഷാരം, അത് ജാതികളുടെ ഇടയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വരുന്ന വലിയൊരു കൂട്ടത്തെ ഈ സഭയ്ക്കകത്ത് നൽകി തരുവാൻ എന്റെ ദൈവം അത് ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിനകത്തു നിന്നും തന്റെ അത്ഭുത ഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിച്ചതുപോലെ ഇരുളിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ മന്ദിരത്തിന് അടിസ്ഥാനം ഇടാൻ, യെരൂശലേം പണിയപ്പെടാൻ ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ച് 1 ചെയ്തത്, അവന്റെ വലങ്കരം പിടിച്ചിരിക്കെ കൊണ്ട് ജാതികൾ കീഴടങ്ങി. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജാതികൾ ദൈവത്തെ അറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം അവർ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന്
ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിക്കത്തക്ക രീതിയിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും. ആമേ, ജാതികളെ അവകാശമായി തരും. ആമേ, കർത്താവും ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അപ്പോൾ ജാതികൾക്കകത്തു നിന്നും, വെളിപ്പാട് പുസ്തകം പറയുന്നു, കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ രക്തത്തിന്റെ വിലയാൽ അവൻ ജാതികളെ, ഭാഷകളെ, വംശങ്ങളെ അവൻ വിലക്ക് വാങ്ങി. അതെ, അതെ, ദൈവം നിന്റെ കരം പിടിച്ചിരിക്കൊണ്ട് ജാതികൾക്കകത്തു നിന്നും, വിവിധ ഭാഷകൾ പറയുന്നവരുടെ ഇടയിൽ നിന്നും വലിയൊരു കൂട്ടം ദൈവം നിനക്ക് അധീനമാക്കി. ആമേൻ. ശ്രദ്ധിക്കുക, ജാതികളെ നമുക്ക് കീഴാക്കി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി നാം പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിൽ ഈ ജാതികളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച ഒരു പ്രോസസ് അവിടെ എഴുതിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന്, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ചിലരൊക്കെ വചനം സുവിശേഷിച്ചുകൊണ്ട് ഒന്നെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ തന്നെയോ അങ്ങനെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതിന്റെ ഇടയിൽ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിലേക്ക് ചെന്നു. എല്ലാരും ഒന്ന് പറഞ്ഞ, ശമര്യ പട്ടണം. ചിലർ വചനം, ചിതറിപ്പോയവർ വചനം ശുശ്രൂഷിച്ച് അവരുടേതായ ഇടങ്ങളിൽ, മേഖലകളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസ് ആ മേഖല വിട്ട് ജാതികളുടെ ഇടയിലേക്ക്, ശമര്യയിലേക്ക് എൻ്റർ ചെയ്തു. ശമര്യ പട്ടണം എന്ന് പറയുന്ന ജാതികളുടെ പട്ടണമാണ്. ഫിലിപ്പോസ് ശമര്യയിലേക്ക് എൻ്റർ ചെയ്തു. അടുത്തത്, ശമര്യ പട്ടണത്തിലേക്ക് ചെന്നു. 2, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. 3, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ, ചെറിയ ചെറിയ അടയാളങ്ങൾ ദൈവം അവിടങ്ങളിലായി ചെയ്യാൻ തുടങ്ങി. അടുത്തത് 4, ചെറിയ ചെറിയ അടയാളങ്ങൾ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദുരാത്മാക്കളുടെ മേലുള്ള അധികാരമായി വെളിപ്പെട്ടു. ആമേ, ഭൂതങ്ങൾ പുറത്താക്കുന്ന ശുശ്രൂഷകൾ അവിടെ വെളിപ്പെട്ടു. ആമേ, ആമേ. അതായത് ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. ആമേ, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ ആമേ, അശുദ്ധാത്മാക്കളുടെ മേലുള്ള ശുശ്രൂഷകൾ വെളിപ്പെട്ടു. അത് അവിടം കൊണ്ട് തീർന്നില്ല. അടുത്ത പ്രോസസ്സിലോട്ട് കയറിയപ്പോൾ ഭയങ്കര ഹീലിംഗ് ശുശ്രൂഷകൾ വെളിപ്പെടാൻ തുടങ്ങി. എന്നോട് പരിശുദ്ധാത്മാവ് സഭയോട് പറയാൻ പറഞ്ഞത്, 1, ആമേൻ, ആമേ, ഫിലിപ്പോസ് ശമര്യയിലേക്ക് എൻ്റർ ഇൻടു ജെന്റൈൽസ്, ജാതികളുടെ ഇടയിലേക്ക് കയറി. 2, യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 1-2 വർഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രസംഗത്തിന്റെ ഇടയിൽ ദൈവം ചില അടയാളങ്ങൾ അവിടങ്ങളിലായി ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ജനത്തിന്റെ മനസ്സിനെയും ഒക്കെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. 3-ാമത്തെ സ്റ്റെപ്പ്. 4-ാമത്തെ സ്റ്റെപ്പിലോട്ട് കയറിയപ്പോൾ ഭയങ്കര അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാര ശുശ്രൂഷകൾ വെളിപ്പെട്ടു. അപ്പോൾ ജാതികൾ വന്ന് കീഴടങ്ങാൻ തുടങ്ങി. ജാതികൾ സഭയ്ക്കകത്ത് കയറാൻ തുടങ്ങി. അവര് ദൈവമെന്ന് പറഞ്ഞ പലതും നമ്മൾ യേശുവിന്റെ നാമം പറയുമ്പോൾ എഴഞ്ഞു പിടിച്ച് ഓടാൻ തുടങ്ങി. കൈവശം അഴിയാൻ തുടങ്ങി. ദുർഭൂതങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി. ഇങ്ങനെ ശുശ്രൂഷകൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത തലങ്ങളിലേക്ക് കയറിയപ്പോൾ ആ ശുശ്രൂഷകൾ ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് കയറി. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ജാതികൾ വന്ന് വീഴേണ്ടതിന് ഹീലിംഗ് മിനിസ്ട്രികൾ ആഴത്തിൽ ഈ സഭയ്ക്കകത്ത് ദൈവാത്മാവ് ഓപ്പൺ ചെയ്യുകയാണ്. ദുരാത്മാക്കളുടെ മേലുള്ള അധികാരവും അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രികൾ. ശമര്യ പട്ടണം പിടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ശമര്യ പട്ടണം ഫിലിപ്പോസിലൂടെ പിടിക്കപ്പെട്ടു. എങ്ങനെ? 1, ശമര്യയിലേക്ക് എൻ്ററായി. 2, യേശുവിനെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 3, നമ്മുടെ മനസ്സിനെയൊക്കെ ഉറപ്പിക്കാൻ ചില അടയാളങ്ങൾ നടന്നു.
അവിടെ കൊണ്ടും തീർന്നില്ല. വീണ്ടും വീണ്ടും ആമേൻ ആമേ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ അധികാരം ദുർഭൂതങ്ങളുടെ മേൽ വെളിപ്പെട്ടു. ആ ശുശ്രൂഷകൾക്ക് ഒരു പീരീഡാണ്. ആമേൻ ആമേ അങ്ങനെ ആ ശുശ്രൂഷകളിലൂടെ ജാതികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഫിലിപ്പോസിനെ അടുത്ത ലെവലിലേക്ക് കയറ്റി. അതാണ് ഹീലിംഗ് മിനിസ്ട്രി. പരിശുദ്ധമാ പറയുന്നു, മെഡിക്കൽ സയൻസ് തള്ളിക്കറഞ്ഞ ആംബുലൻസിനകത്ത് പോലും വ്യക്തികളെ കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിക്കുന്ന രീതിയിൽ, പക്ഷപാതക്കാർ എഴുന്നേൽക്കുന്ന രീതിയിൽ, മുടന്തർ തുള്ളുന്ന രീതിയിൽ, ജാതികളുടെ വലിയൊരു കൂട്ടം സഭയ്ക്കകത്തു കയറാൻ പോകുകയാണ്. വലിയ പെരുത്ത മീൻ കൂട്ടം പോലെ സഭയ്ക്കകത്ത് വണ്ടേഴ്സ് ആൻഡ് മിറാക്കിൾസ്. ആമേൻ. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു യെശയ്യാ പ്രവചനത്തിൽ, ജാതികളുടെ സമ്പത്ത് നീ അനുഭവിക്കും. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 60-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ യുദ്ധിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. അടുത്തത് 3-ാം വാക്യം, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി. അടുത്തത് 5-ാം വാക്യവും കൂടെ ഒന്ന് വായിച്ചോ. അപ്പോൾ നീ കണ്ടു ശോഭിക്കും. നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വന്നു ചേരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ചതുകൊണ്ട് കോരേശിന്റെ മുമ്പിൽ ജാതികൾ കീഴടങ്ങും. ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഈ പകൽ ആ വചനത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പട്ടണത്തിൽ ജാതികളുടെ വലിയൊരു കൂട്ടം അധീനരായി തീരേണ്ടതിന് ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ച് ജാതീയ ശക്തികളെ അവന് കീഴാക്കി കൊടുത്തതുപോലെ ജാതികളുടെ സമ്പത്ത് അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവം കോരേശിന്റെ കൈക്ക് പിടിച്ചു. ജാതികൾ അവന് കീഴടങ്ങാൻ. 2 രാജാക്കന്മാരുടെ അരക്കച്ചകൾ. ഞാനത് വിവരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി, ഒരൊറ്റ മണിക്കൂറത്തേക്ക് വേണ്ടിയാണെങ്കിൽ പോലും നിയമങ്ങളെ തിരുത്തി എഴുതാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവര് എഴുതി ഉറപ്പിച്ച് സീല് വെച്ച് കേസാണെങ്കിലും സ്വത്രം നീ എന്ന ദൈവഭക്തനു വേണ്ടി ഒറ്റ ദിവസത്തേക്ക് പോലും രാജ്യത്തിന്റെ നിയമങ്ങളെ തിരുത്താൻ നിന്റെ തലമുറയെ അവിടെ എത്തിക്കണമെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പേപ്പർ ശരിയാക്കണമെങ്കിൽ നിയമങ്ങളെ പോലും മാറ്റി എഴുതാൻ എന്റെ ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിൽ ജാതികൾ സറണ്ടർ ആകും. നിന്റെ മുമ്പിൽ അധികാര വർഗങ്ങൾ എഴുതിയ രേഖകൾ നിനക്ക് അനുകൂലമായി പിരിയും. 3 കോരേശിന്റെ കരത്തിൽ പിടിച്ച് പറയുക, വാതിലുകൾ അവന് തുറന്നിരിക്കണം, കതകുകൾ അടയരുത്. സ്വത്രം. എന്റെയും നിങ്ങളുടെയും കരത്തിൽ ദൈവം പിടിച്ചിരിക്കൊണ്ട് എന്റെ പ്രിയരെ, ഇന്നലകളിൽ ഏത് കണ്ണ് അടഞ്ഞ വാതിൽ കണ്ട് ഭാരപ്പെട്ടോ, അതേ കണ്ണ് തുറന്ന വാതിൽ കണ്ട് ഹൃദയം പെടച്ചു വികസിക്കത്തക്ക രീതിയിൽ നിന്റെ മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ, പട്ടണങ്ങളുടെ വാതിലുകൾ, ഭൂഖണ്ഡങ്ങളുടെ വാതിലുകൾ എന്റെ ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് നിന്റെ മുമ്പിൽ ഇന്നലകളിൽ ശത്രു അടച്ചത് ദൈവം തുറക്കും. ദൈവം എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ആരെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ സ്തോത്രം 3-ന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. അടുത്തത് പറയുകയാണ്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ
ദൈവസഭേ, ആമേൻ, നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആരാണ്? വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. ഇന്ന് പകൽ ചില ലോക്കുകൾ അൺലോക്കായി തീരുന്നു. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. അവൻ അടച്ചാൽ ആർ തുറക്കും? അവൻ തുറന്നാൽ ആർ അടയ്ക്കും? ഇന്ന് പകലിൽ കോരേശിന്റെ കൈക്ക് പിടിച്ച് അവന്റെ മുമ്പിൽ വാതിൽ തുറന്നതുപോലെ ചിലരുടെ മുൻപിൽ യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ. തുറന്നു വരുന്നു യേശുവിന്റെ നാമത്തിൽ. അത് പ്രവചനങ്ങളുടെ വാതിലാകാം, അത് വെളിപ്പാടിന്റെ വാതിലാകാം, അത് കൃപകളുടെ വാതിലാകാം, അത് ചില ഹൃദയങ്ങളുടെ വാതിലാകാം, അത് ചില ഭവനങ്ങളുടെ വാതിലാകാം, അത് ചില രാജ്യങ്ങളുടെ വാതിലാകാം. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ അവൻ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി തുറക്കുകയോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യെരൂശലേം പണിയപ്പെടണം, മന്ദിരത്തിന് അടിസ്ഥാനമിടണം. അതിനുവേണ്ടി കോരേശിന്റെ കരത്തിൽ പിടിച്ച് ജാതികളെ കീഴാക്കി, അരക്കച്ചകളെ അഴിച്ചു, വാതിലുകൾ തുറന്നു. എന്നോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നല്ലോ. ഇന്ന് പകലിൽ ആ വചനം അധരങ്ങൾ കൊണ്ട് ചിലർ പറഞ്ഞാട്ടെ. നിന്റെ നാവിനകത്ത് അധികാരമുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ മുമ്പിൽ ജാതികളെ കീഴാക്ക്, അരക്കച്ചകളെ അഴിക്ക്, വാതിലുകൾ തുറക്ക്. ഇന്നലകളിൽ ആമേൻ, എവിടെ ഏത് എംബസികൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ടോ, ഏത് വാതിലുകൾ അടയപ്പെട്ടോ, ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, നിന്റെ കരത്തിൽ പിടിച്ചിരിക്കൊണ്ട് നീ ഇനി അടഞ്ഞ വാതിലല്ല, തുറന്ന വാതിൽ. യെരൂശലേം പണിയപ്പെടണം, മന്ദിരത്തിന് അടിസ്ഥാനമിടണം. അതിനുവേണ്ടി വാതിലുകൾ ദൈവം തുറക്കും. ആമേൻ. സഹോദരൻ, ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ചില വ്യക്തികളുടെ ഹൃദയത്തിന്റെ വാതിൽ ദൈവം നിനക്ക് അനുകൂലമാക്കും. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഹൃദയവാതിൽ. ഹൃദയവാതിൽ. രണ്ട്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നാൽ ആ വ്യക്തി മുഖാന്തരം ഒരു ഭവനത്തിന്റെ വാതിൽ തുറക്കുക. പൗലോസ് പ്രസംഗിച്ചപ്പോൾ ലുദിയ എന്ന ആളുടെ ഹൃദയവാതിൽ തുറന്നു. അവൾ മുഖാന്തരം ഭവനത്തിലേക്ക് ഒരു എൻട്രി. ദൈവാത്മാവ് പറയുന്നു, അവൻ ചില വ്യക്തികളുടെ ഹൃദയം ദൈവം നിനക്ക് അനുകൂലമായി തുറന്നു തന്ന് ആ വ്യക്തിയിലൂടെ അവൻ ഭവനത്തിനകത്തേക്ക്, അവൻ ഭവന മുഖാന്തരം ആ ദേശത്തിനകത്ത് ചില സഭകൾ, ചില പ്രവർത്തികൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഒരു ഹൃദയവാതിൽ തുറന്നപ്പോൾ ഭവനത്തിനകത്തേക്ക് എൻട്രി. ഭവനത്തിന്റെ വാതിൽ തുറന്നപ്പോൾ ഭവന മുഖാന്തരം ആ ദേശത്തൊരു പ്രവൃത്തിയുടെ വാതിൽ. ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, ഒരു വ്യക്തിയുടെ ഹൃദയ മുഖാന്തരം ഭവനം, ആ ഭവനം മുഖാന്തരം ആ ദേശത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കത്തക്ക രീതിയിൽ, ചില സഭകൾ സ്ഥാപിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഓസ്ട്രേലിയയിൽ തുറക്കട്ടെ, കാനഡയിൽ തുറക്കട്ടെ, ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ അത് ഓപ്പൺ ആകട്ടെ. അപ്പോൾ ഹൃദയവാതിൽ, ഭവനവാതിൽ, ആമേ, മൂന്ന്, പട്ടണത്തിന്റെ വാതിൽ. പട്ടണത്തിന്റെ വാതിൽ. ആമേ, ഞാൻ അതിനോട് ചേർത്തങ്ങ് പറയാം, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, അതിന്റെ വാതിൽ അവൻ നിന്റെ വലത്തുകരം പിടിച്ചിരിക്കൊണ്ട് ദൈവം തുറക്കും. ഇനിയും ഇതെല്ലാം കൂടെ ചേർത്ത് രണ്ട് കാര്യമായിട്ട് ഇങ്ങനെ പറയാം. ഒന്ന്, ആമേ, ആകാശത്തിന്റെ കിളിവാതിൽ. രണ്ട്, താഴെ ഭൂമിയുടെ അധോഭാഗങ്ങളുടെ വാതിൽ. അതായത് ഒന്ന് ആകാശത്തിന്റെ വാതിൽ എന്ന് പറയുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങളെ കാണിക്കുന്നു. അതിനകത്ത് പ്രവചനത്തിന്റെ വാതിലുണ്ട്, അതിനകത്ത് വെളിപ്പാടിന്റെ വാതിലുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനത്തിന്റെ വാതിൽ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ഇതിനകത്ത് ചെല്ലണമേൽ പ്രവചനത്തിന്റെ വാതിൽ, വെളിപ്പാടിന്റെ വാതിൽ,
ഈ പകൽ തുറന്നു വരുന്നല്ലോ, തുറന്നു വരുന്നു. ജനമേൽ അഭിഷേകത്തിന്റെ വാതിൽ, ആത്മാവിന്റെ വാതിൽ, പ്രവചനത്തിന്റെ വാതിൽ. തീയുടെ അഭിഷേകം ജനമേൽ ആഴത്തിൽ ഈ പകൽ വീഴുന്നു. പ്രവചനത്തിന്റെ വാതിൽ ആഴത്തിൽ തുറക്കുന്നു. വെളിപ്പാടിന്റെ വാതിൽ തുറക്കുന്നു. വചനത്തിന്റെ വാതിൽ. മറാശകന സിദോരകട്ടി അന്തരവാനകടംതലവേദ വൈഡകരഞ്ജന വീതൽ പ്രൗഢ. അവൻ നിന്റെ വലത്തുകരം പിടിച്ചിരിക്കൊണ്ട് നിന്റെ മുമ്പിൽ വാതിലുകൾ അടയത്തില്ല, കതകുകൾ തുറന്നിരിക്കും. വാതിലുകൾ അടയത്തില്ല, കതകുകൾ തുറന്നിരിക്കും. കമോൺ പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ എന്റെ കൂടെ പറഞ്ഞേ, വാതിലുകൾ തുറന്നിരിക്കുക, കതകുകൾ അടയത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരുവൻ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അവൻ ആരെന്നറിയാമോ? അവൻ വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ. ഇന്ന് അവൻ ചിലത് അൺലോക്ക് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവൻ നമ്മുടെ വലങ്കരത്തിൽ പിടിക്കുന്ന ദൈവമാണ്. അവൻ ആസാഫിന്റെ കരത്തിൽ പിടിച്ചു. ആസാഫിന്റെ കരത്തിൽ പിടിച്ചത്, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു, നീ എൻ്റെ വലത്ത് കരത്തിൽ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ആസാഫിന്റെ കരത്തിൽ പിടിച്ചത് അവന്റെ ആലോചന പ്രകാരം നടത്താനാ. രണ്ട് യാക്കോബിന്റെ കരത്തിൽ പിടിച്ചത് പുഴുവായ യാക്കോബിനെ മെതിവണ്ടിയാക്കി തീർക്കാന്. മൂന്ന് കോരേശിന്റെ കരത്തിൽ പിടിച്ചത് അവൻ മുഖാന്തരം മന്ദിരത്തിന് അടിസ്ഥാനമിടണം, യെരൂശലേം പണിയപ്പെടണം. അതിനുവേണ്ടി അവന്റെ കരത്തിൽ പിടിച്ച് ജാതികളെ അവന് കീഴാക്കി. രാജാക്കന്മാരുടെ അരക്കച്ച അഴിച്ചു. വാതിലുകൾ അവന്റെ മുമ്പിൽ തുറന്നു, കതകുകൾ അടഞ്ഞില്ല. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ഒറ്റ കാര്യവും കൂടെ കമ്പി വാചകത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. ദൈവം നാലാമതായി കൈക്ക് പിടിച്ചെന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോഷുവ. മോശയുടെ മരണാനന്തരം ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജോഷുവയോട് ദൈവം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്റെയും നിങ്ങളുടെ കരത്തിൽ പിടിച്ച് ഒരുവൻ എന്നോടും നിങ്ങളോടും ദൂത് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ജോഷുവയുടെ കരത്തിൽ പിടിച്ചത് എന്തിനാ? ജോഷുവയുടെ കരത്തിൽ ദൈവം പിടിച്ചത് നാം വചനം പഠിച്ചു വരുമ്പോൾ ഇറങ്ങിയ അനേകർ മരുഭൂമിയിൽ വീണുപോയി. എന്നാൽ ഈ ധരയിൽ ഞാനും നിങ്ങളും വീഴാതെ ഡെസ്റ്റിനേഷനിൽ, വാഗ്ദത്തത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കരത്തിൽ അവൻ പിടിച്ചിട്ടുള്ളത്. യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിന് മുൻപാകെ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ ദൈവം ശക്തൻ. ജോഷുവ വാഗ്ദത്തത്തിലെത്തി, കർത്താവ് അവന്റെ കാര്യത്തിൽ പിടിച്ചിരുന്നു. സദ്വർത്തമാനം കേട്ട് ഇറങ്ങിയ പലരും എത്തിയില്ല, പലരും വീണുപോയി. ഞാനും നിങ്ങളും ഒരു മരുഭൂ പ്രയാണത്തിലാണ്. ഈ മരുഭൂ പ്രയാണത്തിൽ ഞാനും നിങ്ങളും വീഴാതെ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഈ കേവലം ഭൂമിയിലെ വാഗ്ദത്തങ്ങൾ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ സിയോൻ നഗരി. വാട്ടമില്ല, മുറവിളിയില്ല, പൈതാഹമില്ല, പട്ടിണിയില്ല. ആ പുത്തൻ യെരൂശലേമിൽ പ്രിയന്റെ മാർവോട് ചാരി 1000 ആണ്ടുകൾ ആ യുഗമായി വാഴാൻ നമ്മുടെ വലം കരം പിടിച്ചിരിക്കുന്ന ദൈവം. വാഗ്ദത്തത്തിൽ നമ്മളെ എത്തിക്കാനാണ് അവൻ വലങ്കരം പിടിച്ചിരിക്കുന്നത്. എത്ര പേർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കും? അപ്പാ, യാക്കോബിന്റെ കരം പിടിച്ച, കോരേശിന്റെ കരം പിടിച്ച, ആസാഫിന്റെ കരം പിടിച്ച്, ജോഷുവയുടെ കരം പിടിച്ച അങ്ങ്
എൻ്റെ കരത്തിലും പിടിച്ചിരിക്കിയാൽ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ആ കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഞാൻ അവനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ട്. ആമേൻ. അവന്റെ ആലോചന പ്രകാരം നമ്മളെ നയിക്കും. ആമേൻ. സ്തോത്രം. അവൻ നമ്മളെ മൂർച്ചയുള്ള മെതിവണ്ടിയാക്കും. ആമേൻ. സ്തോത്രം. ആമേൻ. അവൻ നമ്മുടെ മുമ്പിൽ വാതിലുകളെ തുറക്കും. അവൻ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കരങ്ങൾ വീശി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ.